നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ. സഹോദരങ്ങൾ ദുബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ തൻ്റെ 1 വയസ്സുള്ള മകൻ ലൂക്കയ്ക്ക് മെനിഞ്ചൈറ്റിസ് ആയി 1 മാസമായി ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് ബ്രെയിനിൽ ഇൻഫെക്ഷനാണ്, രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. വളരെയേറെ മാനസികമായ പ്രയാസങ്ങൾ ആ കുടുംബം ഉണ്ടായി. ആ സമയത്ത് തൻ്റെ കസിൻ ഇവിടെ ആരാധനയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ കസിൻ ഈ ആരാധനയെപ്പറ്റി ഇവരോട് പറയുകയും പാസ്റ്റർ ഫോണിൽ കൂടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏകദേശം 10 ദിവസത്തോളം കുട്ടി കണ്ണ് തുറക്കാതെ കിടക്കുകയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുട്ടി കണ്ണ് തുറക്കുവാനിടയായത്. പിന്നീട് കുഞ്ഞ് സൗഖ്യമാകുവാൻ തുടങ്ങി. ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്ന കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഹോസ്പിറ്റൽ വിട്ടു. പ്രാർത്ഥിച്ച ദേവദാസനോടും സഭയോടും ഈ സമയം നന്ദി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ലൂക്കയെ അറിയാം. ലൂക്കയുടെ പേര് നിങ്ങൾക്കറിയാം. നമ്മളൊരു ചൊവ്വാഴ്ചയും ഒരു ഞായറാഴ്ചയും ലൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ലൂക്കയെക്കുറിച്ച് ലൂക്ക ആ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. കണ്ണ് തുറക്കില്ല, 10 ദിവസമായിട്ട് കണ്ണ് തുറന്നിട്ടില്ല, ഓർമ്മയില്ല. അവൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കുമ്പം ദൈവം എന്നോട് പറഞ്ഞു, അവനിവിടെ അവൻ്റെ അമ്മയും അപ്പനുമായി ആരാധനയ്ക്ക് വരും. ഈ മക്കളന്ന് വിചാരിച്ചില്ല അവനിവിടെ വരുമെന്നോ. ഡോക്ടർമാരെല്ലാം തീർന്നു എന്നാ പറഞ്ഞേ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത തീർന്നിടത്ത് തുടങ്ങുന്ന ദൈവമാണ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുജിൽ. ഞാൻ ഫാമിലിയായിട്ട് ദുബായി താമസിച്ച് ജോലി ചെയ്ത് വരുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ടീന, മൂത്ത മോള് മിയ, ഇളയ മോൻ ലൂക്ക. സോ അവന് 10 മാസം ഉള്ളപ്പോഴാണ്, അവനൊരു ഹെൽത്തി കുഞ്ഞായിരുന്നു, ഒരു പനി പോലും അവന് വന്നിട്ടില്ല. പക്ഷേ 10 മാസം ആയപ്പോഴത്തേക്ക് ഇവന് നമ്മുടെ സെപ്റ്റംബർ 5 ഓണം കഴിഞ്ഞൊരു ചെറിയൊരു ജലദോഷം പോലെ വന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മരുന്ന് കൊടുത്ത് അവൻ ഓക്കെ ആയി. അന്ന് വൈകിട്ട് വൈഫ് ഡ്യൂട്ടിക്ക് പോയി, പാലൊക്കെ കൊടുത്ത് ഡ്യൂട്ടിക്ക് പോയി. അന്ന് വൈകിട്ട് പെട്ടെന്ന് അവനൊരു ഫിക്സ് പോലെ വന്നു. പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തി. ഞാൻ അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. വൈഫും ഡ്യൂട്ടി കഴിഞ്ഞ് ഉടനെ ഡ്യൂട്ടി ഡ്രോപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു. പക്ഷെ അന്നൊക്കെ അവന് ഓക്കെ ആയിരുന്നു. പിന്നെ തൊട്ട് ഇവനങ്ങ് ഡ്രൗസി ആയി കിടക്കും, ഉറങ്ങി കിടക്കുക. അപ്പം ഡോക്ടേഴ്സ് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ വന്നു. അവരും പറഞ്ഞു കുഴപ്പമില്ല, ഫിക്സ് വന്നതിൻ്റെ ടയർഡ്നെസ് ആയിരിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവന് വൈഫ് ഇതുപോലെ ചുമ്മാ ഒന്ന് തലവടി കൈ ഇങ്ങനെ ഓടിച്ചപ്പം ഇവിടെ ഒരു AF ബൾജ് പോലെ. അപ്പോൾ ഉടനെ അവർ CT ചെയ്തു. CTക്കത് അവർക്കൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറൊരു ICU ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാർജ NMCയിലേക്ക് അവനെ ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല. അതെ, 10 ദിവസത്തോളം ഇവൻ അൺകോൺഷ്യസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവന് ഒത്തിരി ഫിക്സ് വരും. സാധാരണ ഒരു പിള്ളേർക്കൊക്കെ ഫിക്സ് വരുന്ന 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇവൻ 7 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ഇവൻ്റെ സീഷ്യസ്. അപ്പം ഡോക്ടേഴ്സ് ആയാലും എല്ലാം മരുന്ന് കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ താഴത്തേ ഇല്ല, 39 ഒക്കെയാണ് ടെമ്പറേച്ചർ. പാരസിറ്റമോൾ IV പോകുന്നുണ്ട്, വോൾട്ടാറിൻ പോകുന്നുണ്ട്, ബ്രൂഫിൻ പോകുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ ടെമ്പറേച്ചർ കുറച്ച് കൺട്രോൾ ചെയ്തിരിക്കുക. പക്ഷെ എന്നാലും 39 നിന്ന് 38.8 ആവും, കുറയത്തേ ഇല്ല. അങ്ങനെയാണ് എൻ്റെ കസിനുണ്ട് അബി, അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. എല്ലാവരും അറിഞ്ഞു, എല്ലാവരും പ്രാർത്ഥന പ്രയർ റിക്വസ്റ്റ് ലോകം മുഴുവൻ അറിഞ്ഞു. ഞങ്ങളെ ആർക്കും അറിയത്തില്ലല്ലോ, ലൂക്ക എന്ന പേര് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് അബി എനിക്ക് മെസ്സേജ് അയക്കുന്നത്, അച്ഛാ ഒന്നും പേടിക്കണ്ട, ഞാൻ ബിനു പാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബിനു പാസ്റ്റർ ആരെന്ന് അറിയത്തില്ല, ഈ പ്രെയർ മീറ്റിംഗ് എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് അബി പറയുന്നത്, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബിനു പാസ്റ്റർ പ്രാർത്ഥിച്ചു, കുഞ്ഞിന് സൗഖ്യമാവും, ഒന്നും പേടിക്കണ്ടെന്ന്. അമ്മേ അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ ആദ്യമായിട്ട് കണ്ണു തുറന്നു. അവൻ കുടുകൂടാ ചിരിക്കുന്നതാണ്. ഇവൻ ചിരിക്കത്തില്ല, കണ്ണു തുറന്നെന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാം നോക്കും, ചിരിക്കത്തില്ല.
കരയും, എന്തെങ്കിലും വേദന എന്തെങ്കിലും കാണുമായിരിക്കും, കരയും. അപ്പം ഞാൻ ടീനോട് പറഞ്ഞു, ദൈവം അവന് കരയാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നാൾ ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളെല്ലാം നോക്കി ചിരിച്ചു തുടങ്ങി. ന്യൂറോളജിക്കലി ഒത്തിരി പ്രശ്നങ്ങൾ അവനുണ്ടായിരുന്നു. അവൻ്റെ ലെഫ്റ്റ് കൈ അവന് മൂവ് ചെയ്യാനേ പറ്റത്തില്ല, ലെഫ്റ്റ് കൈ മൂവ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ അവനുണ്ടായിരുന്നു. പക്ഷേ ദൈവം അതിൽ നിന്നൊക്കെ അവന് പൂർണ്ണമായി ഒരു വിടുതൽ നൽകി. 12th ഡേ അവന് എന്നാ വിളിക്കുന്നത്? ആ സമയത്ത് എനിക്കൊരു 7th 8th ഡേ വിളിക്കുന്നത്. അന്നേരം അകത്തൊരു വിശ്വാസമൊക്കെ വന്നില്ല. എന്നാലും ഈ കണ്ടീഷൻ കണ്ടിട്ട് പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ വൈഫ് 10-15 മിനിറ്റ്സ് സീഷ്യസ് വരുമ്പോഴത്തേക്ക് 2-3 ഡോക്ടേഴ്സ് റൂമിൽ കാണും, അതുപോലെ നഴ്സുമാർ 5-6 പേര് കാണും. വൈഫ് മാത്രം ഒരു മൂലയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. അതാണ് സിറ്റുവേഷൻ. ഞാനിത് കാണാൻ വന്നിട്ടില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും മാറുന്ന സമയത്തായിരിക്കും പൊതുവെ സീഷ്യസ് വരുന്നത്. അങ്ങനെ ഒത്തിരി പോയല്ലേ? ഞാൻ ഒത്തിരി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല, ഇത് ദൈവം ചെയ്ത ഉറപ്പായിട്ടും. നിങ്ങളൊന്ന് കൈയടിച്ചൊരാമയും പറ. വേറെ ഈ കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണണം. അവൻ ആ ICU കടന്ന ആ ഫോട്ടോയും. അദ്ദേഹത്തിനൊരു സഹോദരിയുണ്ട്, സ്മിത എന്നെ നിരന്തരം വിളിക്കും അവിടുന്ന്, ഷാർജ എന്ന്. എനിക്ക് തോന്നുന്നു ലൈവിലുണ്ടാകും ആള്, നിരന്തരം വിളിക്കും. അദ്ദേഹം എന്നോട് ചോദിക്കും, പാസ്റ്ററെ കൊച്ചു രക്ഷപ്പെടുവോ? പാസ്റ്റർ തമാശയ്ക്ക് പറയുവാണോ? ഞാൻ പറഞ്ഞല്ല, അവൻ ഇവിടെ വരും, ഇവിടെ നിന്ന് സാക്ഷ്യം പറയും അവന്. നിങ്ങൾ കണ്ടോ 2 കൈയും അവൻ മൂവ് ചെയ്യുന്ന കണ്ടോ? 2 കൈയും ഇപ്പം മൂവ് ചെയ്യുന്നുണ്ട്. അവൻ എന്നെ കാണുമ്പോൾ ചിരിക്കും. നമ്മൾ എല്ലാം കൂടെ അവന് വേണ്ടി. ഇത് ഒരു മിറക്കിളല്ലേ? ദൈവം 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ പിന്നെയും ഇൻഫെക്ഷൻ, പിന്നെയും പനിയായി. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സൊക്കെ പിന്നെയും പേടിച്ചു. അവർ പിന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഒരു MRI എടുത്തു. ബാക്കിൽ നിന്ന് LP എന്ന് പറയും, ബാക്കിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് അവർ ചെക്ക് ചെയ്യും. ബാക്ടീരിയ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. പക്ഷേ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ബ്രെയിന് ചുറ്റും പസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതുപോലെ ഒരു സർജറി ചെയ്യണം, അതുപോലെ സ്കളിൽ 2 ഹോൾ ഇട്ടിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മാസമുള്ള കുഞ്ഞിനെ ഒരു സർജറി, ഹെഡ് സർജറി, സ്കൾ സർജറി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ്റെ ഒത്തിരി ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യത്തില്ല, അവൻ്റെ നെക്കിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി ലൂസായി. അവന് ഇരിക്കാൻ നോക്കത്തില്ല, പിടിച്ച് നടന്നുകൊണ്ടിരുന്ന കുഞ്ഞാണ്, ഇങ്ങനെ അങ്ങ് പോകും. പെഡലിയൊക്കെ കൺട്രോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലൂസായി. പിന്നെ ഞങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ ടോട്ടലി 30 ദിവസം ICU കിടന്നു. 30 ദിവസം ICU കിടന്നു. 30 ദിവസം ICU കിടന്നിട്ട് 15 ഡേയ്സ് അനദർ സെറ്റ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അവനെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ ദുബായ് നാട്ടിലേക്ക് കടന്നു വരുന്നത്. യേശു വിടുവിച്ചു ആ കുഞ്ഞിനെ തന്നെ. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് ആ ലൂക്കയ്ക്ക് നേരെ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. ലൂക്ക ഇവിടെ വന്ന് നിൽക്കുമെന്ന് അമ്മ പ്രതീക്ഷിച്ചില്ല, അപ്പം പ്രതീക്ഷിച്ചില്ല, അവിടെ ബന്ധുക്കൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ യേശു ജീവിക്കുന്നു പ്രിയരെ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ ആ വിശ്വാസത്തോടെ 2 കരങ്ങളും ഒന്ന് നീട്ടി നമ്മുടെ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ വലിയ വിടുതൽ ഈ കുഞ്ഞിന്മേലുണ്ടാകാൻ കർത്താവ് ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ചേ. ഇനിയും അവന് ഫിക്സ് വരരുത്, ഇനിയും അവനൊരു പ്രതിസന്ധി ഉണ്ടാകരുത്. അവൻ ലൂക്കയെ പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം അവനെ ഇടയാക്കേണ്ടതിന് അവൻ്റെ മാതാപിതാക്കൾ അവനിട്ട പേര് ലൂക്ക എന്നാണ്. കർത്താവുള്ള ലൂക്കയായിട്ട് അവൻ മാറട്ടെ, യേശുവിൻ്റെ പൈതലായിട്ട് അവൻ മാറട്ടെ. എല്ലാവരും ഒന്ന് ആധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. തമ്പുരാനെ, ലോകമെമ്പാടുമുള്ള ദൈവത്തിൻ്റെ മക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലോകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രാർത്ഥിപ്പാൻ ദൈവം എന്ന അവസരത്തിന് നന്ദി. ആരോഗ്യത്തോടെ ഞങ്ങളെ കുഞ്ഞിനെ കാണാൻ ദൈവം ഇടയാക്കിയല്ലോ. ഈ മക്കൾക്ക് കൊടുത്ത വിശ്വാസത്തിന് ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് നന്ദി പറയുക. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവൻ്റെ മേൽ ഒരു മിറക്കിള് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവൻ യേശുവിൻ്റെ പൈതലായി മാറട്ടെ. വലിയ ദൈവപ്രവർത്തിക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളിരുന്നാട്ടെ മോളെ, ദൈവം അനുഗ്രഹിക്കും. എടാ, കർത്താവ് അനുഗ്രഹിക്കും. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, യേശു ഉണ്ട്. സന്തോഷമായിരിക്കും. ഐ ബ്ലസ് യു. പോയിരുന്നാട്ടെ.